അങ്ങനെ ഇന്നത്തെ കലാപരിപാടി തുടങ്ങാം. ഇന്ന് കാലത്തേക്കും ഉച്ചയ്ക്കും രസം, പിന്നെ പയർ കൂട്ടാനും പിന്നെ ചോറും അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായി. ഇതിൻ്റെ ഇടയ്ക്ക് ഭർത്താവിനെ ഓഫീസിലേക്ക് അയച്ചിട്ടാ. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഉള്ള ചായ വെച്ച് ഒന്ന് കുടിച്ചു. പിന്നെയാണ് ഇത് തുടങ്ങാൻ പോണത്. ഇപ്പോൾ ഞാൻ എപ്പോഴും പാത്രം കഴുകുമ്പോഴും ഈ ബാസ്ക്കറ്റ് ഫസ്റ്റ് കഴുകി എടുത്ത് വയ്ക്കിട്ട്, അവിടെ ഉപ്പുവെള്ളം എന്ന് പറയും, ഉപ്പുവെള്ളത്തിൽ കഴുകി എടുത്ത് വയ്ക്കുമ്പോൾ, അല്ലെങ്കിലും ഏത് വെള്ളത്തിൽ കഴുകിയാലും ആ ബാസ്ക്കറ്റ് ഒന്ന് കഴുകിയില്ലെങ്കിൽ ഒരു പൊട്ട സ്മെല്ല് വരും. അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാവും. ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാരണം ഞാൻ ദിവസം പാത്രം കഴുകണ മുമ്പേ ആ ബാസ്ക്കറ്റ് കഴുകും. പിന്നെ ഉള്ള പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകും. കഴുകണ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചെക്കൻ വന്ന് ആദ്യം ചോദിക്കട്ടെ, ഇത് ഫുൾ ടൈം ഒരു 10 മിനിറ്റിൽ കഴുകി തീർക്കുന്ന പണിയുള്ളൂ. പക്ഷേ ഇത് കഴുകി തീരുമ്പോഴേക്കും 1 മണിക്കൂറാവും. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം, ചാടണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണൊന്ന് വൃത്തിയാക്കിയിട്ടാൽ കുറച്ച് സമാധാനം കിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടിച്ചു വാരി തുടച്ചു, വീടൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കി. ഇതേപോലെ ഒന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ എടുത്തു വെച്ച് പിന്നെ വാരി വെച്ചൊക്കെ ഇടുന്നുണ്ട് ചെക്കൻ. എന്നാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് തുണി ഉണങ്ങാടാൻ മുകളിലേക്ക് പോകും, ടെറസിലേക്ക് പോകും. ടെറസിൽ പോയാൽ ഒരു കലാപരിപാടി തുടങ്ങട്ടെ. ഞങ്ങൾക്ക് അവിടെ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം, മരത്തിൽ എന്തെങ്കിലും വിമാനം പോകണ്ട, അത് പോകണ്ട ഇത് പോകണ്ടെന്നൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചിട്ട് പിന്നെയാണ് താഴെ വരുള്ളൂ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഒരു ദിവസം ഇങ്ങനെയായിരിക്കും, പിന്നെ പിറ്റേ ദിവസം വേറെ വരെയായിരിക്കും, അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം അവിടെ നിന്ന് കളിച്ചിട്ട്, വെയിലാണ്, ഭയങ്കര ചൂടാണ് കേട്ടോ കോയമ്പത്തൂർ. എന്നാലും കുഴപ്പമില്ല പറഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് പിന്നെ താഴെ വന്ന് ചെക്കൻ ഉറങ്ങിയിട്ടാ. ചെക്കൻ ഉറങ്ങിയ ശേഷം ഞാൻ കഴിച്ചു.